അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ രണ്ട് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് രണ്ടുപേരും അതിരാവിലെ തന്നെ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ആയതുകൊണ്ട് തന്നെ അതിരാവിലെ തന്നെ ഒരു പുഴയുടെ അടുത്തേക്ക് വന്നിട്ട് അവിടെ നിന്ന് പറന്നു പോണ പറവുകളെയും മറ്റു ഫോട്ടോസ് എല്ലാം എടുത്ത് അവരുടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് രണ്ടുപേരും തിരിച്ചു വരുന്ന സമയത്താണ് ഇവർ രണ്ടുപേരും അവിടെ വെച്ചിട്ട് എന്തോ ഒരു കാര്യം കാണുന്നു. അവർ കണ്ട കാര്യം എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്നില്ല. പക്ഷെ അതിനു മുന്നേ തന്നെ രണ്ടുപേരും പേടിച്ചെങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള കാങ്ങിനെ കാണിക്കുന്നത്. നമ്മുടെ ഹീറോ ഒരു ഫോറൻസിക് എക്സ്പെർട്ടാണ്. ഏത് രീതിയിലുള്ള മരണമാണെങ്കിലും ആ ഒരു കേസിൽ എന്തായാലും സ്റ്റേഷനിലേക്ക് വരും. അവരുടെ ബോഡി കൊണ്ടുവന്ന് കീറി മുറിച്ച് അത് പരിശോധിച്ച് ഏത് രീതിയിലാണ് അവർ മരിച്ചതെന്ന് റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഹീറോയുടെ ജോലി. അപ്പോൾ വർഷങ്ങളായിട്ട് തന്നെ ഈ ഒരു ജോലി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പോലീസ് അക്കാഡമിയിൽ ഒരു പ്രൊഫസറും കൂടിയാണ് ഹീറോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനെ കാണിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ആ രണ്ടുപേര് പുഴയുടെ സൈഡിൽ നിന്നും എന്തോ ഒരു കാര്യം കണ്ടിരുന്നല്ലോ. അതിനടുത്ത് ഈ ഹീറോയിൻ ഇങ്ങനെ വരികയാണ്. അതുപോലെ അവിടെ പോലീസും ഒരു കൂട്ടം ജനങ്ങളും എല്ലാവരുമായിട്ട് നിൽക്കുന്നു. അതുപോലെ നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വരുമ്പോൾ തന്നെ ഹീറോയിൻ ഇപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പുതുതായിട്ടാണ് ജോയിൻ ചെയ്തത്. അതുകൊണ്ട് അവൾക്ക് അത്ര വലിയ വിലയൊന്നും ആരും അങ്ങനെ കൊടുക്കുന്നില്ല. ഇവരുടെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഹീറോയിന്റെ ചീഫായിട്ടുള്ള ഒരുത്തനുണ്ട്. അവനാണെങ്കിൽ എപ്പോഴും ഹീറോയിനെ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു കാരണം കിട്ടിക്കഴിഞ്ഞാൽ മതി അവളെ ഇങ്ങനെ വെറുതെ വഴക്ക് പറയാനായിട്ട് എല്ലാവരും മുന്നിലിട്ട് കളിയാക്കുകയും കൂടി ചെയ്യും. അങ്ങനെ ഇത്തവണയും ആ ഒരു പോലീസുകാരൻ നമ്മുടെ ഹീറോയിൻ അങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് അവളതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ എല്ലാം പരിശോധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഒരു ബൂട്ട് പ്രിന്റ് ഉണ്ടല്ലോ അതിങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അതാണെങ്കിൽ അവൾ ഉടനെ തന്നെ ഫോട്ടോ എടുത്ത് വെക്കുകയും ചെയ്യും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയും അവിടേക്ക് വരുന്നതും നമ്മുടെ ഹീറോ ഇതിനു മുന്നേ ഒരു പ്രൊഫസറും കൂടി ആയിരുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ 5 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഹീറോയിനെയും നമ്മുടെ ഹീറോ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം ആരാണെന്ന് അറിയാം. അങ്ങനെ നമ്മുടെ ഹീറോ സംഭവം എന്താണെന്ന് നോക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു പുഴയുടെ സൈഡിലായിട്ട് ഒരു പെണ്ണിനെ വളരെ കൊടൂരമായിട്ട് കൊന്നിട്ടിരിക്കുകയാണ്. അതെങ്ങനെയാണെന്നല്ലേ, ആ ഒരു പെണ്ണിന്റെ ശരീരം 6 പീസായിട്ട് കട്ട് ചെയ്ത് കൈ വേറെ കാല് വേറെ തല വേറെ എന്നുള്ള രീതിയിൽ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഈ ഒരു കാര്യം നേരിട്ട് കാണുമ്പോഴത്തേക്കും ആദ്യം കണ്ടവരുടെ അവസ്ഥ എന്തായിരിക്കും. അതുമല്ല മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, കൈയും കാലെല്ലാം വേറെ വേറെ വെട്ടി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷേ അതിലൊരു കൈ മാത്രം ഇപ്പൊ ഇവിടെ കാണാനില്ല. അങ്ങനെ ഈ ഒരു ബോഡി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ പോസ്റ്റ്മോർട്ടം ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിനെ അടുത്ത് നിർത്തിയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാണ്. ശരീരമാണെങ്കിൽ കീറി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇതെങ്ങനെയാ പറയേണ്ടത് കാണിച്ചു തരാൻ കഴിയത്തില്ല, അതുകൊണ്ട് പറഞ്ഞുതരാം. നമ്മൾ ഈ ഇറച്ചി കടകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഇറച്ചി എങ്ങനെയായിരിക്കും വെട്ടുന്നത് അതേപോലെ കീറി മുറിച്ചതിനെ എടുക്കുകയാണ്. കാരണം ഇവൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അവന് നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. കേസ് തെളിയിക്കാൻ വേണ്ടി അവൻ അതെല്ലാം ചെയ്തേ പറ്റൂ. ഹീറോയിൻ ആണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല. കാണുന്നത് നമുക്കും അതെന്തായാലും സഹിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങളെ ഞാൻ അത് കാണിക്കുന്നില്ല. അങ്ങനെ ഈ ഒരു പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കൊല എങ്ങനെയാണ് നടന്നതെന്ന് നമ്മുടെ ഹീറോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. മരിച്ചുപോയ ഒരു പെണ്ണിന്റെ മൂക്കിൽ നിന്നും സിമെന്റ് ഫാക്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പെണ്ണിനെ കൊന്നിട്ടുള്ളത് സിമെന്റ് ഫാക്ടറിയിൽ വെച്ചിട്ടായിരിക്കണം. അതുമല്ലാതെ ശരീരത്തിൽ ഉപ്പിന്റെ കണ്ടന്റ് അധികമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നും ഏതോ ഒരു കടൽ കരയിൽ കൊണ്ടുവച്ചിട്ടാണ് ഈ ഒരു പെണ്ണിന്റെ ശരീരം ഇത്രയും പീസായിട്ട് വെട്ടിയിട്ടുള്ളതും അത് കഴിഞ്ഞിട്ട് ഈ ഒരു പുഴയുടെ അടുത്തേക്ക് കൊണ്ടിട്ടിട്ടുള്ളതും. അതുമല്ലാതെ ഈ ഒരു പെണ്ണിന്റെ തലയിലാണെങ്കിൽ ആഴത്തിലുള്ള ഒരു മുറിവ് സംഭവിച്ചിട്ടുണ്ട്. അതാണ് മരണകാരണം എന്ന് നമ്മുടെ ഹീറോ ഇങ്ങനെ പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ ആദ്യമായിട്ട് പരിശോധിക്കാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ സിമെന്റ് ഫാക്ടറിയിലേക്കാണ്. അങ്ങനെ എല്ലാ പോലീസുകാരും അവിടേക്ക് വന്നിട്ട് ആ ഒരു ഫാക്ടറി മുഴുവനായിട്ട് നല്ല രീതിയിൽ പരിശോധിക്കുന്നതും അതേസമയം തന്നെ ആ ഒരു ഫാക്ടറിയിൽ എന്തോ ഒരു സമരവും നടക്കുന്നുണ്ട്. അതിന്റെ മുന്നിലായിട്ട് വടിയും കുത്തിയിട്ട് ഒരാളാണ് ഈ ഒരു സമരത്തിന് തന്നെ നേതൃത്വം കൊടുക്കുന്നത്. ഈ ഒരു സമരത്തിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് വരുന്ന അഴുക്കും മറ്റു കാര്യങ്ങളെല്ലാം അടുത്തുള്ളൊരു പുഴയിലേക്ക് പോകുന്നു, അത് നശിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സമരം ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിൻ അങ്ങനെ നോക്കി ഇരുന്നിട്ട് അത് എന്താണെന്ന് മനസ്സിലാക്കുന്ന അതേ സമയത്ത് തന്നെ മരിച്ചുപോയ ആ ഒരു പെണ്ണിന്റെ കാണാതായിട്ടുള്ള ആ ഒരു കൈ ഉണ്ടല്ലോ അത് ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് ഇവർക്ക് കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് മരിച്ചുപോയ ഒരു പെണ്ണിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ട്, അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് നീയാണ് ആ ഒരു പെണ്ണിനെ കൊന്നതെന്നും പറഞ്ഞിട്ട് അവനെ ആ ഒരു പോലീസുകാരനുണ്ടല്ലോ, ഒരു മൊരടനായിട്ടുള്ള പോലീസുകാരൻ, അവൻ നല്ല രീതിയിൽ ഇവനെ അടിച്ചിട്ട് അങ്ങനെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും അവൻ പറയും നിങ്ങൾ എന്തിനാ എന്നെ അടിക്കുന്നത്, ഞാൻ അവളായിട്ട് ബ്രേക്കപ്പ് ആയിട്ട് തന്നെ ഒരുപാട് നാളായി, പിന്നീട് ഞാൻ അവളെ കണ്ടിട്ട് പോലുമില്ല എന്നിങ്ങനെ പറയുന്നതും ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ കാണാതായ ഒരു കൈ ഉണ്ടല്ലോ അതിന്റെ ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് അതും എടുത്ത് നേരെ ഹീറോയുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരികയാണ്. അവനൊരു നായ്ക്കുട്ടിയുണ്ട്. അതേപോലെ തന്നെ വീടിനകത്തേക്ക് കയറുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എവിടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് ഹീറോയുടെ മകളാണ്. 13 വർഷമായിട്ട് അമേരിക്കയിലാണ് ഇപ്പോൾ അവൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോ തന്റെ മകളെ കണ്ടിട്ട് ഏകദേശം 13 വർഷത്തോളായി. അതുപോലെ ഇന്നലെ അവള് വീട്ടിലേക്ക് വരാനുള്ളതായിരുന്നു. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഇന്നലെ തന്നെ വിളിച്ചിട്ട് ഇനിയും 2 ദിവസം താമസിക്കുമെന്ന് അവൾ എന്നോട് പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിനോട് ഇങ്ങനെ പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് കേസിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുകയാണ്. നീ ഒരു കാര്യം നോട്ട് ചെയ്തിരുന്നോ, കില്ലർ സിമെന്റ് ഫാക്ടറിയിൽ വെച്ചിട്ട് ആ ഒരു പെണ്ണിനെ കൊന്ന് കടൽ കരയിൽ വെച്ചിട്ട് അവളുടെ ശരീരം മുറിക്കുകയും ചെയ്തു.
അത് കഴിഞ്ഞ് ആ ഒരു പുഴയുടെ അടുത്തായിട്ടാണ് അവളുടെ ശരീരവും കൊണ്ടിട്ടിട്ടുള്ളത്. ഒരു സ്ഥലത്ത് വെച്ച് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം തീർക്കാതെ 3 സ്ഥലങ്ങളിൽ ഇത് വെച്ച് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഈ 3 സ്ഥലങ്ങളിൽ വെച്ചിട്ട് അവൻ എന്തോ ഒരു മെസ്സേജ് നമുക്ക് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക എന്ന് നമ്മുടെ ഹീറോയിനോട് ഇങ്ങനെ പറയുന്നതും നമ്മുടെ ഹീറോയിൻ നേരെ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ആ ഒരു സിമന്റ് ഫാക്ടറിക്ക് വെളിയിൽ കുറച്ച് സമരക്കാരെ കണ്ടിരുന്നല്ലോ, ആ ഒരു ഗ്രൂപ്പിന്റെ പേര് വീനസ് എന്നാണ്. അപ്പൊ അവരെ പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ അവളിങ്ങനെ മനസ്സിലാക്കി. അടുത്ത ദിവസം തന്നെ പോലീസ് ടീമിലെ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് അവൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്താണെന്ന് ഇവർക്ക് ഇപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പോവാണ്. ഇന്നലെ സിമന്റ് ഫാക്ടറിക്ക് വെളിയിൽ ഒരു ഗ്രൂപ്പ് സമരം ചെയ്തിരുന്നല്ലോ, ആ ഗ്രൂപ്പിന്റെ ലീഡർ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ ഈ ഒരു ഗ്രൂപ്പ് ലീഡർ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഈ നദികളും പുഴകളെല്ലാം നശിക്കുന്നതിനെ പറ്റിയാണ് ആ ഒരു ബുക്ക് തന്നെ എഴുതിയിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നദി അല്ലെങ്കിൽ ഒരു പുഴയെ നശിപ്പിക്കുന്നത് ഒരു സ്ത്രീയെ തുണ്ട് തുണ്ടായിട്ട് മുറിക്കുന്നതിന് സമമാണ്. അങ്ങനെ നമ്മൾ ആ ഒരു നദിയെ നശിപ്പിക്കുന്നത് കൊണ്ട് ആ ഒരു പെണ്ണിന്റെ ശരീരം ഇതുപോലെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഒരു ഫോട്ടോയും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവൻ ഏത് രീതിയിലാണ് അത് മെൻഷൻ ചെയ്തിട്ടുള്ളത് അതേ രീതിയിൽ തന്നെയാണ് കൊല നടന്ന 3 സ്ഥലങ്ങളും ലിങ്ക് ആയിട്ടുള്ളതും. അതുപോലെ ആ ഒരു ബുക്കിൽ മറ്റൊരു കവിതയും കൂടിയുണ്ട്. ഒരൊറ്റ നദിയായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലത്തെ ആ നദിയുടെ പലയിടങ്ങളിലായിട്ട് ഫാക്ടറി കെട്ടുന്നെന്ന് പറഞ്ഞ് ആ ഒരു നദി 6 ഭാഗങ്ങളായിട്ട് മുറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ നദി 6 തുണ്ടുകളായിട്ട് വെട്ടിയ അവർക്കെതിരായിട്ട് ഞാനും ഒരു പെണ്ണിനെ ഇതേപോലെ 6 തുണ്ടുകളായിട്ട് വെട്ടി അവർക്ക് ഒരു പണിഷ്മെന്റ് ആയിട്ട് ഞാനത് ചെയ്യുമെന്നും ആ ഒരു ബുക്കിൽ എങ്ങനെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിൻ അങ്ങനെ പറയുമ്പോഴത്തേക്കും അവളെ വഴക്ക് പറയുന്ന ഒരു പോലീസുകാരുണ്ടല്ലോ, അയാൾ ഇത്തവണയും പെട്ടെന്ന് ഹീറോയിനെ നോക്കിയിട്ട്, ഓ ഇതാണോ നീ കണ്ടുപിടിച്ച ഇത്രയും വലിയ കാര്യം, ഒരു കഥയും കണ്ടുപിടിച്ചോട്ട് വന്നിരിക്കുന്നു, വേറെ ഒന്നുമില്ല നിനക്ക് പറയാനെന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഈ പോലീസ് ചീഫ് ഉണ്ടല്ലോ അയാൾ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അയാൾ പറയും, ഡേയ് നിനക്കോ ഒന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല, ആ ഒരു പെങ്കൊച്ചെങ്കിലും എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് അതിനെപ്പറ്റി പറയട്ടെ, നീ ബാക്കി പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നതും. ഹീറോയിൻ ഇത്രയും നേരം പറഞ്ഞത് ഒരു തിയറിയാണ്, അവള് ഏകദേശം ഒരു കണ്ടുപിടിച്ച ചില കാര്യങ്ങൾ മാത്രമാണ്. അതുപോലെ അവൾ ഈ ഊഹിച്ച കാര്യങ്ങൾക്കെല്ലാം ഒരു എവിഡൻസ് വേണമല്ലോ, ആ ഒരു എവിഡൻസ് ആയിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്. സിമന്റ് ഫാക്ടറിയിൽ വെച്ചിട്ടാണല്ലോ ആ ഒരു പെണ്ണിനെ എന്തായാലും കൊന്നിട്ടുള്ളത്. എന്നാണ് ആ ഒരു പെണ്ണിനെ അവിടെ വെച്ച് കൊന്നത്? ആ ഒരു ദിവസം സമരക്കാരും അതേപോലെ തന്നെ ഫാക്ടറിയിലെ തൊഴിലാളികളും തമ്മിൽ ഒരു തർക്കം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു വഴക്ക് കാരണം 20 മിനിറ്റ് കമ്പനി ഷട്ട് ഡൗൺ ചെയ്തു വെച്ചേക്കായിരുന്നു. ഒരുപക്ഷെ ഈ ഒരു ഗ്യാപ്പിലായിരിക്കണം ആ ഒരു കൊല അവിടെ നടന്നിട്ടുള്ളത്. അതുപോലെ അതേ ശരീരം കിട്ടിയ ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ബൂട്ട് പ്രിന്റ് എനിക്ക് കിട്ടിയിരുന്നു. ഈ ഒരു ബൂട്ട് പ്രിന്റിന്റെ അടുത്തായിട്ട് തന്നെ ഒരു വാക്കിംഗ് സ്റ്റിക്ക് വെച്ച് നടന്നതുപോലെ ആ ഒരു പാടുകൾ ഞാൻ കണ്ടെത്തിയിരുന്നു. അതുപോലെ ഗ്രൂപ്പ് ലീഡർ ആണെങ്കിൽ കയ്യിൽ എപ്പോഴും ആ ഒരു വാക്കിംഗ് സ്റ്റിക്കും വെച്ചിട്ടാണല്ലോ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സംഭവം നടന്ന സ്ഥലത്ത് അവൻ പോയിരിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയിൻ പറയുന്നതും അപ്പോഴും തന്നെ ആ ഒരു ലീഡറിനെ തൂക്കിയെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. എന്നിട്ട് ചോദ്യങ്ങളും മറ്റും ചോദിക്കുന്നത് നമ്മുടെ ഹീറോയിനാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്കാണ് തന്നെ മകൾ 2 ദിവസം കഴിഞ്ഞിട്ട് അമേരിക്കയിൽ നിന്ന് വരുന്നെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെ മകളെ വിളിക്കാനായിട്ട് എയർപോർട്ടിൽ അവൻ ഇങ്ങനെ കാത്തു നിൽക്കുന്നതും കുറെ നേരം കഴിയുമ്പോഴത്തേക്കാണ് ഹീറോയുടെ അടുത്തേക്ക് ഒരു തൊപ്പിയിട്ടവൻ വന്നിട്ട് ആ ഒരു ഗ്രൂപ്പ് ലീഡറിനെ സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അവന്റെ പേര് ലീ എന്നാണ്. ആ ഒരു ലീഡറിന്റെ പേര് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ കയ്യിൽ ഒരു പാഴ്സലും കൊടുത്ത് പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഹീറോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ആ ഒരു പാഴ്സൽ തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഞെട്ടുന്നത്. എന്താണെന്ന് കാണിക്കുമ്പോൾ ആഹാ, നമ്മുടെ ഹീറോയുടെ മകളെ അവന്മാര് തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്നും ഇന്ന് വരേണ്ട പെൺകുട്ടിയാണ്. പക്ഷെ ഇവരെങ്ങനെ ഇത് ചെയ്തു എന്ന് ഇപ്പോഴും നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു ഫോട്ടോ എല്ലാം കാണുമ്പോഴത്തേക്കും ഒരു അച്ഛനെന്ന നിലയിൽ ഹീറോ എന്തുമാത്രം വേദനിക്കും. അങ്ങനെ ഹീറോ ആണെങ്കിലും ആ ഒരു തൊപ്പിക്കാരനെ എയർപോർട്ട് മുഴുവൻ അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ എവിടെ അവനെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതേസമയം ഇവിടെ നമ്മുടെ ലീയെ കാണിക്കുമ്പോൾ സ്റ്റേഷനിൽ വെച്ചിട്ട് ഹീറോയിനോട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ആരെ കൊന്നിട്ടില്ല എന്ന് ഒരുപാട് നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലീ പെട്ടെന്ന് അതിനു മുന്നേ തന്നെ നമ്മുടെ ഹീറോയിൻ അവനെതിരായിട്ടുള്ള തെളിവുകളും മറ്റും എല്ലാം അവന് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കാണുന്നതിന് ശേഷമാണ് അവൻ പറയുന്നത്, വളരെ നല്ലതുപോലെ തന്നെ നീ ചെയ്തു, അവസാനം നീ കില്ലറിനെ കണ്ടുപിടിച്ചു, അതേടി ഞാൻ തന്നെയാണ് ആ ഒരു കില്ലർ എന്ന് അവളുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയുന്നതും ഈ ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ ഹീറോയെയും വിളിച്ചു പറയണം. ഇതേപോലെ ആ ഒരു ഗ്രൂപ്പ് ലീഡറിന്റെ പേര് ലീ, അവൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്, അവൻ തന്നെയാണ് കൊന്നെന്ന് പറയുന്നതും ആ ഒരു തൊപ്പിക്കാരനാണെങ്കിലും ലീയുടെ പേരാണല്ലോ വന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ഈ ഒരു പേര് കേൾക്കുന്നത് ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലീയുടെ പേര് തന്നെ അവൻ പറയണമെന്നുണ്ടെങ്കിൽ ലീ തന്നെ ആയിരിക്കും തന്റെ മകളെ തട്ടിക്കൊണ്ടുപോയത് എന്ന് പറഞ്ഞിട്ട് ഹീറോ നേരെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഹീറോയുടെ മകളുടെ സുഹൃത്തിനെ, അമേരിക്കയിലുള്ള മകളുടെ സുഹൃത്തിനെ വിളിച്ചിട്ട് ഇതേപോലെ ചോദിക്കുമ്പോഴത്തേക്കും എന്റെ മകൾ അവിടെ നിന്ന് എപ്പോഴാണ് പുറപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇതേപോലെ 2 ദിവസം മുന്നേ തന്നെ അവൾ അവിടെ നിന്ന് പുറപ്പെട്ടതായിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഹീറോ നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് ലീയെ കാണുന്നതും ആരടാ നീ ഞാൻ തമ്മിൽ എന്താ ബന്ധം, നീ എന്തിനാ എന്റെ മകളെ തട്ടിക്കൊണ്ട് പോയേക്കുന്നത് എന്നെല്ലാം ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൻ പറയും, ഓ നീ ഇത്തിരി ലേറ്റായി പോയി, നേരത്തെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ആ നിന്റെ മകള് എന്റെ കസ്റ്റഡി തന്നെ ഉണ്ട്, അതെല്ലാം ഒരു കാരണത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാനാണ് കൊലയാളി എന്നുള്ള കാര്യം പോലീസിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് എന്തായാലും പോലീസ് എന്നെ ജയിലിൽ കൊണ്ട് അടയ്ക്കാൻ പോവാണ്. അപ്പോൾ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയുള്ള 3 ദിവസം ഞാൻ നിനക്ക് സമയം തരും. അതിനു മുന്നേ ഞാൻ കുറ്റവാളിയല്ലാതെ നീ തെളിയിക്കണം. അങ്ങനെ നീ എന്നെ പുറത്തേക്ക് കൊണ്ടുവരണം. നീ എങ്ങനെ ചെയ്യും എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഈ ഒരു കാര്യം നീ ചെയ്തേ പറ്റൂ എന്നിങ്ങനെ പറയുന്നതും ചേട്ടാ ഈ വടുവൻ പറയുന്നത് പോലെ ഇതൊക്കെ എപ്പോൾ നടക്കാനാണ്? അതുമല്ല ഇവനാണെങ്കിൽ അവനാണ് കൊലയാളിയെന്ന് സ്വയം സമ്മതിക്കുകയും കൂടി ചെയ്തു. അതുമല്ല അത് ഈ ഒരു ഉപകരണം വെച്ചിട്ടാണ് അവളുടെ ശരീരം മുറിച്ചതെന്നും പോലീസിനോട് ഇവൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഹീറോ ചോദിക്കും, എടാ നീയാണ് കൊലയാളിയെന്നും
എന്ത് വെച്ചാണ് ആ ഒരു പെണ്ണിന്റെ ശരീരം അറുത്തതെന്നും നീ പോലീസിനോട് പറഞ്ഞിട്ട് ഞാൻ എവിടെ പോയിട്ട് നിന്നെ ഇനി ഇറക്കാനാണ്. അതുമല്ലാതെ ആ ഒരു ടൂൾ ഇരിക്കുന്ന സ്ഥലം പോലും നീ പറഞ്ഞു കൊടുത്തു. അത് അന്വേഷിക്കാനായിട്ട് അവർ പോവുകയും ചെയ്തു. ഇതിനിടയിൽ ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല, എങ്ങനെയായാലും എന്നെ പുറത്തിറക്കിയേ പറ്റുള്ളൂ എന്ന് അവനിങ്ങനെ പറയുന്നതും ഇതൊക്കെ ഇപ്പം ആരെങ്കിലും കൊണ്ട് നടക്കുന്ന കാര്യമാണോ എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു പോകും. അപ്പോൾ തന്റെ മകൾക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇത് ചെയ്യാതിരിക്കാനും ഹീറോയെ കൊണ്ട് കഴിയത്തില്ല. വെളിയിലേക്ക് വന്നിട്ട് നമ്മുടെ ഹീറോയിനോട് ചോദിക്കും. അവൻ പറഞ്ഞതുപോലെ എന്തോ ഒരു ഉപകരണം കണ്ടുപിടിക്കാണ്ട് നിങ്ങൾ പോയി, അത് കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ അത് കിട്ടിയല്ലോ, അതപ്പോൾ തന്നെ ലാബിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്നതും ഹീറോ നേരെ ലാബിലേക്ക് ഇങ്ങനെ ചെല്ലുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് രക്തം പറ്റിയ ഒരു കട്ടിംഗ് മെഷീനാണിത്. അതുമല്ല, മെഷീനിലുള്ള ഒരു ബ്ലഡ് ആണെങ്കിൽ ഇതുവരെയും ടെസ്റ്റ് ചെയ്തിട്ടില്ല, നാളെ ചെയ്യാനാണ് ലാബ് അസിസ്റ്റന്റ് പറയുന്നത്. അപ്പൊ ഇനി എന്തായാലും കില്ലറിനെ രക്ഷിച്ചേ പറ്റൂ, വേറെ വഴിയില്ല. അതുകൊണ്ട് ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് ഒരു സർജിക്കൽ നൈഫ് എടുത്ത് അവന്റെ വീട്ടിൽ വളർത്തുന്ന ഒരു നായ്ക്കുട്ടിയുണ്ട്, അതിന്റെ കാൽ അങ്ങനെ മുറിച്ച് ചെറിയ രീതിയിൽ മുറിവ് പറ്റിയിട്ട് ആ കാലിൽ നിന്ന് വരുന്ന രക്തം അതങ്ങനെ ശേഖരിക്കാണ്. എന്നിട്ട് ആ ഒരു ലാബിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ലാബിലെ അസിസ്റ്റന്റിനെ ഇതേപോലെ എന്റെ റൂമിലേക്ക് ഒന്ന് വരാൻ പറഞ്ഞ് ഹീറോ ഇങ്ങനെ വിളിക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു ലാബ് അസിസ്റ്റന്റ് ആയാലും ഹീറോ പറയുന്നത് പോലെ അവന്റെ റൂമിലേക്ക് ഇങ്ങനെ വരുന്ന ആ ഒരു ഗ്യാപ്പിൽ ഹീറോ നേരെ അകത്തേക്ക് കയറിയിട്ട് ആ ഒരു കട്ടിംഗ് മെഷീൻ എടുത്ത് അതിലുള്ള രക്തം ഒരു പ്രത്യേകതരം കെമിക്കൽ ഉപയോഗിച്ചിട്ട് അതങ്ങനെ കഴുകി കളഞ്ഞ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല ആ ഒരു നായയുടെ രക്തം അതെടുത്ത് ആ ഒരു കട്ടിംഗ് മെഷീനിലെല്ലാം തേച്ച് വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഹീറോ നേരെ അവന്റെ റൂമിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ആ ഒരു ലാബ് അസിസ്റ്റന്റും അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിനെ നിൽക്കുന്നു. ഇപ്പോൾ ഇവരെ രണ്ടുപേരെ കാണുമ്പോഴത്തേക്കും ആ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ ഒന്നും മുഖത്ത് കാണിച്ചുകൂടാ. അതുകൊണ്ട് ഒന്നുമില്ലാത്തതുപോലെ ആ ഒരു അസിസ്റ്റന്റിന്റെ അടുത്തേക്ക് ചെന്നിട്ട് വേറെ ഒന്നുമല്ല, ബ്ലഡിന്റെ റിസൾട്ട് എല്ലാം നീ പരിശോധിച്ചോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് നിന്നെ ഒന്ന് വിളിച്ചതാണ്, കുഴപ്പമൊന്നുമില്ല നീ പോയിക്കോന്ന് പറഞ്ഞിട്ട് അവനെ ഇങ്ങനെ പറഞ്ഞു വിടുകയും ചെയ്യുന്നു. അപ്പോൾ ഹീറോയിൻ ഇവിടേക്ക് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ മരിച്ചുപോയ ഒരു പെണ്ണുണ്ടല്ലോ, ആ ഒരു പെണ്ണിന്റെ ഓട്ടോപ്സി റിപ്പോർട്ട് വാങ്ങിക്കാനായിട്ടാണ് ഹീറോയിൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും അത് ഞാൻ നാളെ നിനക്ക് തന്നാൽ പോരെ, നാളെ തന്നെ നിന്നെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിടുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കില്ലറായിട്ടുള്ള ലീയുടെ അടുത്തേക്ക് വരികയാണ് ഹീറോ. എന്നിട്ട് ലീയോട് പറയും നിന്നെ രക്ഷിക്കാനായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അതുകൊണ്ട് നീ എന്നോടൊരു കാര്യം പറയണം, നീ എന്ത് വെച്ചിട്ടാണ് ആ ഒരു പെണ്ണിനെ കൊന്നത്, ആ ഒരു വെപ്പൺ ഇപ്പോൾ എവിടെയാണുള്ളത്, ആ ഒരു കാര്യം മാത്രം എന്നോട് പറയണമെന്ന് പറയുമ്പോൾ അവൻ പെട്ടെന്ന് അത് മറന്നുപോയി. അവൻ പറയും സോറി, അത് എനിക്ക് എവിടെ വെച്ചെന്ന് നല്ല ഓർമ്മയില്ല, ശരി അതെല്ലാം വിട്, ആ ഒരു വെപ്പൺ പിന്നെ എപ്പോഴെങ്കിലും കണ്ടുപിടിക്കാം, അത് വിട്ടിട്ട് ഈ ഒരു പെണ്ണിനെ എന്തുകൊണ്ടായിരിക്കും ഞാൻ കൊന്നത് അത് നീ കണ്ടുപിടിക്കാൻ ശ്രമിക്കും എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയോട് ഇങ്ങനെ പറയുന്നതും ശരി അവൻ പറഞ്ഞതുപോലെ തന്നെ അതെന്തായാലും അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് ഹീറോ നേരെ മരിച്ചുപോയ ഒരു പെണ്ണുണ്ടല്ലോ അവളുടെ വീട്ടിലേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ മരിച്ച പെണ്ണിന്റെ ആ ഒരു വീട്ടിലേക്ക് വന്നിട്ട് എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് ഇങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്കാണ് അവളുടെ വീട്ടിലെ 1-2 ഫോട്ടോസ് അല്ല ഇരിക്കുന്നത് കാണുന്നത് അവളുടെ ഫ്രണ്ട്സുമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മരിച്ചുപോയ ആ ഒരു പെണ്ണിന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് ചെന്നിട്ട് കില്ലറിന്റെ ആ ഒരു ഫോട്ടോ ലീയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇയാൾ നിന്റെ ഫ്രണ്ടുമായിട്ട് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇയാളെ നിനക്ക് അറിയുമെന്നെല്ലാം ചോദിക്കുമ്പോൾ ഇല്ല അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അവൾക്കൊരു എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന് അവളിങ്ങനെ പറയുന്നതും അതേസമയം ഇവിടെ സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ അവിടെ ഒരു കാര്യം ചെയ്തു വെച്ചിട്ട് വന്നല്ലോ, കട്ടിംഗ് മെഷീനിൽ ഇതേപോലെ നായയുടെ രക്തം തേച്ച് വെച്ചിട്ട് വന്നല്ലോ. ആ ഒരു കാര്യം പോലീസുകാർക്ക് മനസ്സിലായിട്ട് എല്ലാവരും ഇപ്പോൾ പെട്ടെന്ന് ഷോക്കായി പോവാണ്. അതുകൊണ്ട് തന്നെ അവരാകെ നിരാശരായി പോയി. ശരി എന്തായാലും കില്ലറിന്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ എന്തെങ്കിലും തെളിവുകൾ കിട്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കില്ലറിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ എല്ലാവരെയും പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ബാക്കി എല്ലാവരെയും അവിടേക്ക് പറഞ്ഞു വിട്ടിട്ട് ചീഫ് നമ്മുടെ ഹീറോയിനെ വിളിച്ച് ചോദിക്കും, അല്ല നിന്നോട് ഹീറോയുടെ കയ്യിൽ നിന്ന് അട്ടോപ്സി റിപ്പോർട്ട് വാങ്ങിക്കായിട്ട് പറഞ്ഞല്ലോ, ഇതുവരെ നീ അത് ചെയ്തില്ലേ, പോയി അത് വാങ്ങിക്കൊണ്ട് പോകാമെന്നും പറഞ്ഞിട്ട് അവളെ എവിടേക്ക് പറഞ്ഞു വിടുന്നതും നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും പെട്ടെന്ന് ഹീറോയെ വിളിച്ചിട്ട് ഇതേപോലെ എനിക്ക് അട്ടോപ്സി റിപ്പോർട്ട് വേണം, നിങ്ങൾ എവിടെയുള്ളത്, എത്രയും പെട്ടെന്ന് തരാൻ ശ്രമിക്കണേ, അതുമല്ല ചീഫ് ആണെങ്കിൽ എന്നെ ഒരുപാടിട്ട് വഴക്ക് പറയുന്നു എന്നെല്ലാം പറഞ്ഞ് ഈ സ്റ്റേഷനിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഹീറോയോട് ഇങ്ങനെ പറയുകയും ചെയ്യും. അപ്പോഴാണ് ഹീറോ മറ്റൊരു കാര്യം ആലോചിക്കുന്നത്, എന്താണെന്ന് വെച്ചാൽ കില്ലറിന്റെ വീട്ടിലേക്ക് ആ ഒരു വെപ്പൺ അന്വേഷിച്ച് പോയ എല്ലാ പോലീസുകാരും അവിടെ ചെന്ന് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഹീറോയുടെ എല്ലാ പ്ലാനും പൊളിയും. അതുകൊണ്ട് അട്ടോപ്സി റിപ്പോർട്ടല്ലേ അത് ഞാൻ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് പോലീസ് അവിടേക്ക് ചെല്ലുന്നതിന് മുന്നേ കില്ലറിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നതിന് മുന്നേ തന്നെ ഹീറോ അവിടേക്ക് ചെന്നിട്ട് അവിടെ എന്തെങ്കിലും വെപ്പൺ ഇതേപോലെ കിട്ടോ ഇല്ലേ എന്ന് എല്ലായിടത്തും നോക്കുമ്പോഴത്തേക്കും കിട്ടുന്നില്ല. അതേസമയം നോക്കുമ്പോഴത്തേക്കും ബേസ്മെന്റിൽ എന്തോ ഒരു റൂമുണ്ട്, അതാണെങ്കിൽ പൂട്ടിയും വെച്ചേക്കുന്നു, അതാണെങ്കിൽ തുറക്കാനും കഴിയുന്നില്ല. അപ്പോൾ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് തുറക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ കഴിയാത്തത് കൊണ്ട് അവൻ്റെ കയ്യിലുള്ള ആ ഒരു സർജിക്കൽ നൈഫ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് അവിടെയുള്ള ആ ഒരു സ്ക്രൂ അഴിച്ച് ഇത് തുറക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഹീറോ അന്വേഷിച്ച് ഹീറോയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഹീറോ വീട്ടിലില്ല. അതുകൊണ്ട് ഹീറോയിൻ ഡോറിനടുത്തേക്ക് വന്ന് ഇങ്ങനെ തട്ടി ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു നായ്ക്കുട്ടി ഇവളുടെ അടുത്തേക്ക് ഓടി വരികയാണ്. അതുമല്ല അതിന്റെ കാലാണെങ്കിലും മുറിഞ്ഞിരിക്കുന്നു, ഹീറോ തുണി വെച്ച് കെട്ടിയിട്ടുണ്ട്. അത് കാണുമ്പോഴത്തേക്കും ആ ഒരു നായ്ക്കുട്ടീനെ എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു നായനെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ കില്ലറിന്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വീഡിയോയിൽ പോലീസ് വരുന്നു. പോലീസ് വരുമ്പോഴത്തേക്കും അയ്യോ പെട്ടുപോയി, എത്രയും പെട്ടെന്ന് ഒളിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് മറ്റൊരിടത്തേക്ക് പോയി ഒളിച്ചിരിക്കുന്ന സമയത്ത് പോലീസ് അകത്തേക്ക് വരുന്ന സമയത്താണ് എന്താണെന്ന് വെച്ചാൽ ഹീറോയുടെ കയ്യിലിരുന്ന ആ ഒരു സർജിക്കൽ നൈഫ് ഉണ്ടല്ലോ അത് താഴെ വീണിരുന്നു. ഈ ഒരു കാര്യമാണെങ്കിൽ അകത്തേക്ക് വന്ന ആ ഒരു പോലീസിനെ കണ്ടിട്ട് അവരത് എടുത്തു വയ്ക്കുകയും ചെയ്യുന്നു. എല്ലാം പെട്ടുപോയി.
അങ്ങനെ ഹീറോനെ ആണെങ്കിലും ഇവർ പിടിക്കുമെന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ പേടിച്ചിരിക്കുന്നു. ഹീറോ നല്ല രീതിയിൽ പേടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോ ഒളിച്ചിരിക്കുമ്പോഴത്തേക്കാണ് അവിടെ ഹീറോയുടെ അടുത്ത് ഇതേപോലെ എയർപോർട്ടിൽ വെച്ചിട്ട് ആ ഒരു പാഴ്സൽ കൊടുത്തുകൊണ്ട് പോയ ആ ഒരു തൊപ്പിക്കാരനുണ്ടല്ലോ, ആ ഒരു തൊപ്പിക്കാരൻ കില്ലറായിട്ടുള്ള ലിയോടൊപ്പം ഇരിക്കുന്ന ഒരു ഫോട്ടോ വീട്ടിലുണ്ടായിരുന്നു. അത് നമ്മുടെ ഹീറോ എടുത്തു വെക്കും. അതേസമയം പോലീസിനെ കാണിക്കുമ്പോഴത്തേക്കും പോലീസ് പെട്ടെന്ന് വീടിന് വെളിയിൽ രക്തം പറ്റിയതുപോലെ എന്തോ ഒരു വെപ്പൺ കിട്ടുന്നതും അതും എടുത്തിട്ട് അവർ നേരെ സ്റ്റേഷനിലേക്കും പോകുന്നു. അതേസമയം ഇവിടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കും ആശുപത്രിയിലേക്ക് വന്നിട്ട് ആ ഒരു ഡോക്ടറാണെങ്കിൽ നായനെ പരിശോധിക്കുമ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല അതിന്റെ കൈ എങ്ങനെയാ മുറിഞ്ഞത് ചോദിക്കുമ്പോഴത്തേക്കാണ്, ഇത് പരിക്ക് പറ്റി മുറിഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല, ആരോ കത്തി കൊണ്ട് മുറിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നതെന്ന് ആ ഒരു ഡോക്ടർ ഇങ്ങനെ പറയും. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ വീട്ടിൽ നിന്ന് കിട്ടിയ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതും എടുത്തിട്ട് പോയിട്ട് അത് തന്റെ കൂട്ടുകാരന് ഫാക്സ് അയച്ചിട്ട് ഇതാരാണെന്ന് അന്വേഷിക്കാം എന്നുള്ള രീതിയിൽ ഹീറോ അടുത്തുള്ളൊരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നതും അവിടെ വെച്ചിട്ടാണ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റേഷനിൽ തന്നെയുള്ള ഒരു പോലീസുകാരൻ നമ്മുടെ കില്ലറായിട്ടുള്ള ലീയും അതേപോലെ തന്നെ അവന്റെ കൂടെ ഇരിക്കുന്ന ആ ഒരു തൊപ്പിക്കാരൻ ആരാണെന്നും അറിയാം. എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും പല വർഷങ്ങളായിട്ട് ഈ ഒരു നാട്ടിൽ തന്നെയാണ് ജീവിച്ചിരുന്നത്. അതുമല്ല, തൊപ്പിക്കാരന്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം കില്ലറിന്റെ അച്ഛനാണ് തൊപ്പിക്കാരനെ എടുത്ത് വളർത്തിയത്. അങ്ങനെ ഈ ഒരു കാര്യവും അവരുടെ വീട് അഡ്രസ്സും നമ്മുടെ ഹീറോയുടെ കയ്യിൽ ഇങ്ങനെ കൊടുക്കുന്നതും ഹീറോ നേരെ ആ ഒരു വീട് കണ്ടുപിടിച്ച് അവിടേക്ക് ചെന്ന് വീട് തുറക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ലോക്കായി കിടക്കാണ്. അപ്പോൾ പൂട്ടെല്ലാം പൊളിച്ച് അകത്തേക്ക് ചെന്നിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അങ്ങനെയൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഒരു റൂമിനകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കാണ് ഇവിടെ മറ്റൊരു ടെസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ ആ റൂം മുഴുവനായിട്ടും ഹീറോയുടെ ഫോട്ടോ, അതേപോലെ തന്നെ ഹീറോയുടെ മകളുടെ ഫോട്ടോ, അതേപോലെ തന്നെ ഇത് മാത്രമല്ലാതെ 1999 ഒരു പെൺകുട്ടിയെ കുറെ പേര് ഗ്യാങ് റേപ്പ് ചെയ്തിരുന്നു. ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ. പക്ഷേ റേപ്പ് ചെയ്തവന്മാരാണെങ്കിൽ ഈ ഒരു കേസിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും കുറെ ന്യൂസ് റിപ്പോർട്ടുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു റൂമിലുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യം കാണുന്നത് നമ്മുടെ ഹീറോയ്ക്ക് എന്തൊക്കെയോ മനസ്സിലായതുപോലെ, പക്ഷെ അതെന്താണെന്ന് വ്യക്തമായിട്ട് ഇപ്പോൾ നമുക്ക് കാണിച്ചു തരുന്നില്ല. അങ്ങനെ ഹീറോ ഇതിനകത്ത് നിൽക്കുന്ന അതേസമയം വീടിന്റെ വെളിയിൽ ആരും വന്നതുപോലെ ഹീറോ ഒളിച്ചു നിന്ന് നോക്കുമ്പോഴത്തേക്ക് ആരാണെന്ന് വെച്ചാൽ അത് ഒരു തൊപ്പിക്കാരനായിരുന്നു. തൊപ്പിക്കാരന് വെളിയിൽ നിന്നിട്ട് ഡോർ തുറന്നിറക്കുന്നതുകൊണ്ട് ആരും അകത്തുണ്ടെന്ന് മനസ്സിലാക്കി അവനിങ്ങനെ നിൽക്കുന്നത് നമ്മുടെ ഹീറോ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഹീറോയെ കണ്ട ഉടനെ തന്നെ തൊപ്പിക്കാരൻ അവിടുന്ന് ഒരു ഒറ്റ ഓട്ടം. ഹീറോ ആണെങ്കിൽ വെറുതെ ഇവിടോ ഇല്ല, പുറകെ തന്നെ ഓടുന്നുണ്ട്. രണ്ടുപേരും ഓടി ഓടി അവസാനം നമ്മുടെ തൊപ്പിക്കാരൻ ഓടിയിട്ട് ഒരിടത്തേക്ക് ചെന്ന് ഒളിച്ചിരുന്ന് ഹീറോ ഓടി അവിടേക്ക് വരുമ്പോഴത്തേക്കും തൊപ്പിക്കാരൻ ഓടിച്ചിരുന്ന് നമ്മുടെ ഹീറോയെ നല്ല രീതിയിൽ അടിക്കും. അങ്ങനെ അടി കൊണ്ട് അവശനായിട്ട് ഹീറോ താഴേക്ക് വീഴുമ്പോഴത്തേക്കാണ് തൊപ്പിക്കാരൻ പറയുന്നത്, നിന്റെ മകള് എന്നോടൊപ്പം തന്നെയാണുള്ളത്, അതുകൊണ്ട് ലീ പറഞ്ഞതുപോലെ നീ ചെയ്, അവനെ ജയിലിൽ നിന്ന് പുറത്തിറക്ക്, അങ്ങനെയാണെങ്കിലേ നിന്റെ മകളെ നിനക്ക് കിട്ടത്തുള്ളൂ, അതുകൊണ്ട് എന്റെ പുറകെ വരുന്നത് നിർത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും പറഞ്ഞ് ഹീറോയെ അവിടെ അടിച്ചിട്ടിട്ട് തൊപ്പിക്കാരൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ ഓഫീസിലേക്ക് ചെന്നിട്ട് തന്റെ മകളെ രക്ഷിക്കാനായിട്ടുള്ള നല്ലൊരു അവസരമായിരുന്നു. പക്ഷേ അതിന് കഴിഞ്ഞില്ല എന്നുള്ള ആ ഒരു ദേഷ്യം കാരണം കൈ കൊണ്ട് കണ്ണാടിയിലേക്ക് ഒരു ഒറ്റയിടി. അതേസമയം ഇവിടെ സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ അങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. ആ ഒരു നായയുടെ കാലാണെങ്കിൽ സർജിക്കൽ നൈഫ് കൊണ്ട് കീറിയിരുന്നു. അതുമല്ലാതെ കില്ലറിന്റെ വീട്ടിൽ നിന്നാണെങ്കിലും ആ ഒരു സർജിക്കൽ നൈഫ് കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയോട് എന്തോ ഒരു സംശയം നമ്മുടെ ഹീറോയിനെ തോന്നി തുടങ്ങി. അതുകൊണ്ട് തന്നെ നേരെ ലാബ് അസിസ്റ്റന്റ് ആയിട്ടുള്ള അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഈ ഒരു ലാബ് വിട്ട് നീ എപ്പോഴെങ്കിലും വെളിയിലേക്ക് വന്നെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഇതേപോലെ ഹീറോ എന്നെ വിളിച്ചിരുന്നു അവന്റെ റൂമിലേക്ക് ചെല്ലാനായിട്ട്, ആ ഒരു സമയത്ത് മാത്രമേ ഞാൻ ലാബിൽ നിന്ന് പുറത്തിറങ്ങിയുള്ളൂ എന്നിങ്ങനെ പറയുന്നതും ഹീറോയിൻ ഇപ്പോൾ സംശയം കുറച്ചുകൂടി കൂടി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ നേരെ ഹീറോയുടെ ഓഫീസിലേക്ക് ചെന്നിട്ട് അതിനകത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു കണ്ണാടി തകർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു തൊപ്പിക്കാരനും ലിയോ എടുത്തിട്ടുള്ള ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ആ ഒരു ഫോട്ടോയും ആ ഒരു റൂമിൽ നിന്ന് അവർക്ക് കിട്ടുകയും ചെയ്യും. അതുമല്ല കട്ടിംഗ് മെഷീനിലാണെങ്കിൽ നായയുടെ രക്തം, ആ ഒരു നായയുടെ കാലാണെങ്കിൽ സർജിക്കൽ നൈഫ് വെച്ചിട്ട് കീറുകയും ചെയ്തിട്ടുണ്ട്. അതുമല്ലാതെ ആ ഒരു കത്തിയാണെങ്കിൽ കില്ലറിന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ കണ്ടുകിട്ടി. കൂടാതെ ഇവരുടെ രണ്ടുപേരുടെ ഫോട്ടോ ഇപ്പോൾ ഹീറോയുടെ കയ്യിൽ നിന്ന് ഇവർക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഹീറോ ആണ് ഇതിനിടയിൽ എന്തോ ഒരു കാര്യം ചെയ്തിട്ടുള്ളതെന്ന് ഹീറോയിന് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ മനസ്സിലായി തുടങ്ങി. അതേസമയം നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്ക് ഹീറോ ഇപ്പോൾ ജയിലിലേക്ക് പോയിട്ട് ഇത്രയും നേരം ലീ ആരാണെന്നുള്ള കാര്യം ഹീറോയ്ക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് നല്ലതുപോലെ തന്നെ അറിയാം അവൻ ആരാണെന്ന്. നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ശരി, ഞാൻ അപ്പോഴേ നിന്നോട് ചോദിച്ചിരുന്നു ആ ഒരു പെൺകുട്ടിയെ കൊല്ലാൻ ഉപയോഗിച്ച ആ ഒരു ആയുധം എവിടെയാണ് നീ വെച്ചതെന്ന്, പക്ഷെ നീ അത് എന്നോട് പറഞ്ഞില്ല. ഇപ്പോഴാണെങ്കിൽ ആ ഒരു പോലീസുകാർ അത് കണ്ടുപിടിച്ച് എടുക്കുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഇനി നിന്നെ രക്ഷിക്കാനായിട്ട് കഴിയത്തില്ല എന്ന് നമ്മുടെ ഹീറോ ഇങ്ങനെ പറയുന്നത്. അങ്ങനെ സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ഇവരിപ്പോ ഒരു വെപ്പൺ എടുത്തുകൊണ്ട് വന്നല്ലോ കില്ലറിന്റെ വീട്ടിൽ നിന്നും. ആ ഒരു വെപ്പണും അതേപോലെ തന്നെ മരിച്ചുപോയ പെണ്ണിന്റെ തലയിലെ ആ ഒരു മുറിവും കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇത് ഉപയോഗിച്ചിട്ടല്ല ആ ഒരു പെണ്ണിനെ കൊന്നിട്ടുള്ളതെന്ന് ഇവർക്ക് മനസ്സിലാവും. അതേസമയം വീണ്ടും ജയിലിലുള്ള നമ്മുടെ ഹീറോയും കില്ലറിനെ കാണിക്കുമ്പോഴത്തേക്കാണ് ലീ അവനോട് പറയുന്നത്, ഇത്രയും നാൾ ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, നീ എല്ലാം പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുമെന്നാണ്. ഇത്രയായിട്ട് നിനക്ക് അവളെ കൊല്ലാനായിട്ട് ഉപയോഗിച്ച ആ ഒരു ആയുധത്തെ പറ്റി മനസ്സിലായില്ലല്ലേ എന്നും പറഞ്ഞ് ലീ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവന്റെ കയ്യിലുള്ള ആ ഒരു വടിയുണ്ടല്ലോ അത് വെച്ചിട്ട് തറയിൽ ഇങ്ങനെ ഇടിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു പെണ്ണിന്റെ തലക്കടിച്ചിട്ട് ഇവൻ അവളെ കൊന്നിട്ടുള്ളത്. എന്നിട്ട് കില്ലറായിട്ടുള്ള ലീ പറയും, ശരി എന്തായാലും ഓരോ തവണയും നിനക്ക് ഇങ്ങനെ ക്ലൂ തന്നിട്ട് നിന്നെ രക്ഷിക്കാനൊന്നും കഴിയത്തില്ല, അതുകൊണ്ട് എന്നെ പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ നീ ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്ങനെയാണ് ഏതാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എത്രയും പെട്ടെന്ന് അതെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് വരുമ്പോൾ ഹീറോ അവനെ വിളിച്ചു നിർത്തിയിട്ട് എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. പക്ഷെ അത് എന്താണെന്ന് ഇപ്പൊ നമുക്ക് കേൾപ്പിച്ച് തരുന്നില്ല. അങ്ങനെ കുറച്ച് കഴിയുന്നത് നമ്മുടെ ഹീറോ ആ ഒരു മുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് വെളിയിൽ നമ്മുടെ ഹീറോയും വന്നിങ്ങനെ നിൽക്കുന്നു.
എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിന് ഇപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ ഹീറോയെ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ഹീറോ നടന്ന എല്ലാ കാര്യങ്ങളും തന്റെ മകളെ അവൻ തട്ടിക്കൊണ്ടുപോയി, അതുകൊണ്ടാണ് അവൾ രക്ഷിക്കാൻ വേണ്ടി ഈ ഒരു കാര്യങ്ങളെല്ലാം താൻ ചെയ്തതെന്ന് ഹീറോയിനോട് ഇങ്ങനെ പറയും. അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് വിട്ടേ പറ്റൂ, എനിക്ക് എൻ്റെ മകളെ രക്ഷിക്കണമെന്നും പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നതും ഹീറോയിൻ നേരെ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ഈ ഒരു കില്ലറും ഹീറോയും തമ്മിൽ എന്താണ് ബന്ധം, എന്തുകൊണ്ടാണ് കില്ലർ ഹീറോയുടെ മകളെ തട്ടി വെച്ചിട്ട് ഇതുപോലെ ചെയ്യുന്നത് എന്ന് ഹീറോയിൻ ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങും. അപ്പോഴാണ് അവൾ മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത്. വർഷങ്ങളായിട്ട് നമ്മുടെ ഹീറോ ഇതേപോലെ പോസ്റ്റ്മോർട്ടം എല്ലാം ചെയ്യുന്ന ഒരാളാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും 1999 സ്റ്റാർട്ടിങ്ങിൽ ഒരു പെണ്ണിനെ പുഴയുടെ അടുത്ത് കൊന്നിട്ടിരുന്നല്ലോ. അതേ പുഴയുടെ സൈഡിലായിട്ട് ഒരു പെണ്ണിനെ കുറിച്ച് ഒരു ഗ്യാങ് റേപ്പ് ചെയ്തിട്ട് കൊല ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പെണ്ണിന്റെ ഡെഡ് ബോഡി എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് റിപ്പോർട്ട് കൊടുത്തത് നമ്മുടെ ഹീറോയാണ്. അതുമല്ലാതെ ആരാണോ റേപ്പ് ചെയ്തത് അവന്മാരെല്ലാവരും നിരപരാധി എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും റിലീസും ആയിട്ടുണ്ട്. ഇവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ്. ഏത് പെണ്ണിനാണോ ഗ്യാങ് റേപ്പ് ചെയ്ത് അവർ കൊന്നിട്ടുള്ളത് ആ ഒരു പെണ്ണായിരുന്നു നമ്മുടെ കില്ലറിന്റെ സഹോദരി. അതുമല്ലാതെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു പെണ്ണ് മരിച്ചു പോയല്ലോ. ആ ഒരു പെണ്ണാണെങ്കിൽ കില്ലറായിട്ടുള്ള ലീയുടെ സഹോദരിയുടെ ആ ഒരു മരണത്തില് എതിരായിട്ടാണ് സാക്ഷി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു പെണ്ണിനെ ലീ കൊന്നിട്ടുള്ളത്. അതുമല്ലാതെ നമ്മുടെ ഹീറോ കൊടുത്ത ആ ഒരു റിപ്പോർട്ട് കാരണമാണ് തന്റെ സഹോദരിയെ കൊന്നവന്മാരെല്ലാം രക്ഷപ്പെട്ടിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് നമ്മുടെ കില്ലർ ആണെങ്കിലും ഹീറോയോട് പ്രതികാരം ചെയ്യണം എന്നുള്ള രീതിയിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയിന് ഇപ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലായി. അങ്ങനെ ഹീറോയിൻ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ട് തന്നെ നേരെ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ലീയെ കണ്ടിട്ട് ഹീറോയെ പറ്റി ഇങ്ങനെ പറയണം. ഹീറോ നല്ലവനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതുകൊണ്ട് അവനെ ഒന്ന് ചെയ്യരുതെന്നെല്ലാം പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, നീ അവനെ വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ അവൻ നല്ലവനാണെന്ന് മാത്രം എന്നോട് പറയരുത് എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിലുള്ള ആ ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ടല്ലോ അതെടുത്ത് ഹീറോയിന്റെ മുന്നിലേക്ക് വെച്ചിട്ട്, ഞാൻ കൊലയാളിയാണെന്ന് നിനക്കിപ്പോൾ കണ്ടുപിടിക്കണം, അത്രയല്ലേ ഉള്ളൂ, ഇതാ പിടിച്ചോ, ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ അവളെ കൊന്നത്, അതുകൊണ്ട് നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയോ അതെല്ലാം നീയും ചെയ്യാൻ ശ്രമിക്കുന്നു പറഞ്ഞിട്ട് ഹീറോയിനോട് ഇങ്ങനെ പറയുന്നതും ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു പെണ്ണ് മരിച്ചു പോയിരുന്നല്ലോ. ആ ഒരു പെണ്ണാണെങ്കിൽ ഒരു എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഒരു തന്റെ അടുത്തേക്ക് മറ്റൊരു പെണ്ണിനെ പറഞ്ഞു വിട്ട് അവനോട് കുറച്ച് അടുത്തിടെ വഴകി അവന്റെ കയ്യിലുള്ള ആ ഒരു ഫിംഗർ പ്രിന്റും അതേപോലെ തന്നെ അവനോട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇരുന്നിട്ട് അവന്റെ സ്പേമും കളക്ട് ചെയ്തുകൊണ്ട് വരാനായിട്ട് അവളോട് ഇങ്ങനെ പറയുകയും ചെയ്യും. അപ്പോൾ വിരലടയാളം അവൻ കുടിച്ച ആ ഒരു ഗ്ലാസ്സിൽ നിന്നും സ്പേം ആണെങ്കിൽ ആ ഒരു പെണ്ണ് കളക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ആവശ്യമായിട്ടുള്ള പണവും കൊടുത്ത് അവളെ പറഞ്ഞു വിട്ടിട്ട് അങ്ങനെ അവളെ പറഞ്ഞു വിട്ടതിന് ശേഷം ഹീറോ കാറിലിരിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ നേരെ അവന്റെ അടുത്തേക്ക് വന്നിട്ട്, അല്ല നിങ്ങളിപ്പോ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് നിങ്ങൾ ചോദിക്കുന്നതും ഇവിടേക്ക് ആ ഒരു തൊപ്പിക്കാരൻ വന്നിട്ട് നമ്മുടെ ഹീറോയിന് തലയിലേക്ക് ഒരു ഒറ്റയടി അവളുടെ ബോധം പോയി നേരെ താഴെ വന്ന് വീഴുന്നു. എന്നിട്ടാണ് നമ്മുടെ ഹീറോയോട് പറയുന്നത്, ദേ ഇത് നോക്ക്, ഇവളെ രക്ഷിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിന്റെ സമയം വെറുതെ കളയരുത്, അതല്ല നിന്റെ ജോലി, നിന്റെ മകളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്, അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നതും പരിക്ക് പറ്റിയ നമ്മുടെ ഹീറോയിനെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ നേരെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ട് ആദ്യം തന്നെ മരിച്ച ആ ഒരു പെണ്ണിനെ ഹീറോ കീറി മുറിച്ച് എന്തായാലും പോസ്റ്റ്മോർട്ടം ചെയ്തു. വീണ്ടും ആ ഒരു പെണ്ണിന്റെ ശരീരം പുറത്തേക്ക് എടുത്തിട്ട് ഇപ്പൊ അവൻ എടുത്തുകൊണ്ട് വന്ന ഫിംഗർ പ്രിന്റോ അതേപോലെ തന്നെ ആ ഒരു സ്പേമിന്റെ സാമ്പിൾ ഉണ്ടല്ലോ അതും എടുത്തിട്ട് ഫിംഗർ പ്രിന്റ് ആ ഒരു പെണ്ണിന്റെ പ്രൈവറ്റ് പാർട്ടിൽ ഇങ്ങനെ വെക്കുന്നു. അതുപോലെ ഇത് രണ്ടും ആരുടേതാണ്, ആ ഒരു എക്സ് ബോയ് ഫ്രണ്ടിന്റെ, അവനാണ് ഈ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്ത് കൊല ചെയ്തെന്നുള്ള രീതിയിൽ തെളിവ് ഹീറോ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ആ ഒരു എക്സ് ബോയ് ഫ്രണ്ടിനെ കുറ്റക്കാരനാക്കുകയും ചെയ്തു. അതിനുള്ള റിപ്പോർട്ടും തയ്യാറായി കഴിഞ്ഞു. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോ ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ആലോചിക്കുന്നത്. എന്താണെന്ന് വെച്ചാല് 1999 കില്ലറിന്റെ സഹോദരിയെ ഗ്യാങ് റേപ്പ് ചെയ്ത് കൊന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മരിച്ചു കിടക്കുന്ന ഈ ഒരു പെണ്ണ് വന്നിട്ട് കോടതിയിൽ സാക്ഷി പറഞ്ഞു. എങ്ങനെയാണെന്ന് വെച്ചാല്, ഇല്ല ഞാനും അവളും ഫ്രണ്ട് തന്നെയാണ്, ആ ഒരു പുഴയുടെ സൈഡിലാണെങ്കിൽ 4 പയ്യന്മാരോടൊപ്പം ആ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിരുന്നു, പക്ഷെ അവളെ റേപ്പ് ചെയ്തതുപോലെ ഒന്നും എനിക്ക് തോന്നിയില്ല, അവളുടെ ഇഷ്ടത്തോടെ തന്നെയാണ് ആ കാര്യങ്ങളെല്ലാം അവിടെ സംഭവിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിലും ഞാൻ ആ ഒരു പെണ്ണിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവളെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ പ്രൈവറ്റ് പാർട്ടിന് എന്തായാലും ഡാമേജ് സംഭവിക്കുമായിരുന്നു, പക്ഷെ അങ്ങനെയൊന്നും കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു പെണ്ണ് അവളുടെ സമ്മതത്തോടെ തന്നെയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയും പറയുന്നതും ഇതേ കോർട്ടിൽ തന്നെയാണ് ചെറിയ പയ്യനായിട്ടുള്ള നമ്മുടെ കില്ലറായിട്ടുള്ള ലീയും ആ ഒരു തൊപ്പിക്കാരൻ ഫ്രണ്ട് ഉണ്ടല്ലോ അവനും ഉണ്ടായിരുന്നത്, അതുപോലെ അത് കില്ലറിന്റെ അച്ഛനും. അപ്പോഴേക്കും തന്നെ ഹീറോയും അതേപോലെ തന്നെ ഫ്രണ്ട് ആയിട്ടുള്ള ആ ഒരു പെണ്ണും സാക്ഷി പറഞ്ഞതുകൊണ്ട് റേപ്പ് ചെയ്തതായിട്ട് കുറ്റം ചുമത്തി ആ ഒരു 4 പേരെയും കോടതി വെറുതെ വിടുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് നമ്മുടെ കില്ലറിന് ഹീറോയോട് ആ ഒരു രീതിയിലുള്ള ദേഷ്യം തുടങ്ങിയത്. അന്ന് മനസ്സിൽ കയറിയ ആ ഒരു ദേഷ്യമാണ് ഹീറോയോട് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇത്രയും കൊല്ലം അവൻ വെയിറ്റ് ചെയ്ത് ഇതെല്ലാം ചെയ്യാൻ കാരണം എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ എല്ലാം മനസ്സിലായി. അതേപോലെ തന്നെ ആ ഒരു ഫ്ലാഷ് ബാക്കും ഇവിടെ വെച്ച് കട്ടായി. അതേസമയം ഇവിടെ സ്റ്റേഷനിൽ കില്ലറിനെ കാണിക്കുമ്പോഴത്തേക്കാണ് പോലീസുകാർക്ക് ഒരു 1.5 ടെസ്റ്റ് ഇങ്ങനെ കൊടുക്കുന്നത്. അതുപോലെ ഈ ഒരു ടെസ്റ്റിന് കാരണം നമ്മുടെ ഹീറോയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിന് മുന്നിലുള്ള സീനിൽ ഇവൻ എഴുന്നേറ്റ് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അവിടെ തടഞ്ഞു നിർത്തിയിട്ട് ഒരു കാര്യം പറയുമല്ലോ.
ആ ഒരു കാര്യം എന്താണെന്ന് ഇപ്പോൾ നമുക്ക് കാണിച്ചു തരാണ്. എന്താണെന്ന് വെച്ചാൽ കില്ലർ ആണെങ്കിൽ ആൾറെഡി പറഞ്ഞു ആ ഒരു വാക്കിംഗ് സ്റ്റിക്ക് കൊണ്ടാണ് അവളെ കൊന്നതെന്ന്. അതനുസരിച്ച് പോലീസുകാർ വന്നിട്ട് അപ്പോൾ നീ ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് അവളെ കൊന്നതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അവൻ ഇപ്പോ അത് മാറ്റി പറയാണ് ഞാനല്ല കൊന്നതെന്ന് പറയും. അപ്പോൾ അവർ പറയും അങ്ങനെയാണെങ്കിൽ ഇതാണ് ഞങ്ങളുടെ തെളിവ്, ഇത് വെച്ചിട്ട് നിന്നെ ഞങ്ങൾ പിടിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അവൻ പറയും എനിക്ക് മാത്രമാണ് ഇതേപോലുള്ള ഒരു വാക്കിംഗ് സ്റ്റിക്ക്, ഈ സ്ഥലത്ത് എത്ര പേർക്ക് ഇതേപോലെ ഉണ്ട്. നമ്മുടെ ഹീറോ അപ്പോഴവനോട് പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്, ഞാൻ പോയതിനു ശേഷം നീ ഹീറോയിന്റെ കയ്യിൽ ഈ ഒരു വാക്കിംഗ് സ്റ്റിക്ക് കൊടുത്ത് ഇത് വെച്ചിട്ടാണ് നീ അവളെ കൊന്നതെന്ന് പറയണം. അപ്പോൾ ഇത് കാരണം പോലീസുകാർക്ക് നല്ല രീതിയിൽ സന്തോഷം വന്നിട്ട് അവർ കുറച്ചു നേരത്തേക്ക് നിന്റെ കേസിന്റെ കാര്യം തന്നെ മറന്നുപോകും. കാരണം അവർക്ക് തെളിവായിട്ടുള്ള കാര്യം കിട്ടിയല്ലോ. അതുകൊണ്ട് ആ ഒരു സമയം വെച്ചിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും നല്ല ഇതിൽ മാറ്റാനും കഴിയും. അത് കഴിഞ്ഞ് പോലീസ് ചോദിക്കുമ്പോഴത്തേക്കും ഇതേപോലെ ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളെല്ലാം നീ പറയുകയും ചെയ്യണമെന്ന് ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കില്ലർ ഇപ്പോൾ പോലീസുകാരോടും പറയുന്നത്. അതുമല്ലാതെ ഇതിനെതിരായിട്ട് നമ്മുടെ ഹീറോ ഒരു അട്ടോപ്സി റിപ്പോർട്ട് ഇപ്പോൾ പുതുതായിട്ട് റെഡിയാക്കിയല്ലോ. അത് വെച്ചിട്ട് ആ ഒരു പെണ്ണിന്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. അവനാണ് ആ ഒരു പെണ്ണിനെ കൊന്നതെന്ന് പറഞ്ഞിട്ട് അവനെ അറസ്റ്റ് ചെയ്യുന്നതും നമ്മുടെ കില്ലർ ലീ ഇപ്പോൾ റിലീസായി. അങ്ങനെ റിലീസായിട്ടുള്ള ലീ ആണെങ്കിലും ആ തൊപ്പിക്കാരൻ ഫ്രണ്ടിനോടൊപ്പം കാറിൽ കയറിയിട്ട് അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിലും ഇവരുടെ പുറകെ തന്നെ ഫോളോ ചെയ്ത് പോവാണ്. കാരണം തന്റെ മകളെ കണ്ടുപിടിക്കണമല്ലോ. അതേസമയം നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിനെ അവളുടെ ഒരു ഫ്രണ്ട് മീറ്റ് ചെയ്തിട്ട് ആ ഒരു കില്ലറിന്റെ സഹോദരിയെ പറ്റിയുള്ള ആ ഒരു കേസ് ഉണ്ടല്ലോ അതിനെ പറ്റിയുള്ള കുറച്ചുകൂടി വിവരങ്ങൾ ഹീറോയിന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവന്റെ സഹോദരിയുടെ ആ ഒരു കേസിൽ ബന്ധപ്പെട്ടത് നമ്മുടെ ഹീറോയും സ്റ്റാർട്ടിംഗ് സീനിൽ മരിച്ചുപോയ ആ ഒരു പെണ്ണും മാത്രമല്ല, ആ പെണ്ണിന്റെ കേസിൽ നിരപരാധികളെന്നും പറഞ്ഞിട്ട് 3 പേരെ റിലീസ് ചെയ്തിരുന്നല്ലോ. അവർ 3 പേരും ഓരോ കാലഘട്ടങ്ങളിലും പലയിടങ്ങളിലും വെച്ചിട്ട് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അവരെല്ലാവരെയും കൊന്നിട്ടുള്ളത് കില്ലറും തൊപ്പിക്കാരനും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വരിയിൽ അവസാനമായിട്ട് ഇനി കൊല്ലാൻ പോകുന്നത് നമ്മുടെ ഹീറോയെ തന്നെയാണെന്ന് ഹീറോയിൻ ഇപ്പോൾ മനസ്സിലാക്കും. അങ്ങനെ ഹീറോയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹീറോയിൻ നേരെ കില്ലറിന്റെ ആ ഒരു വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് കാറിൽ വെച്ചിട്ട് ആ ഒരു ഫോട്ടോ കണ്ട് അവൾ മറ്റൊരു കാര്യം ചിന്തിക്കുന്നത്. എന്താണെന്ന് വെച്ചാല് കില്ലറിന് ഈ ഒരു വീടല്ലാതെ മറ്റൊരു വീടും കൂടി ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചിരുന്നല്ലോ നേരത്തെ തന്നെ. 13 വർഷങ്ങൾക്ക് മുന്നേ അവരുടെ സഹോദരി മരിച്ചു പോകുന്നതിന് മുന്നേ ഇവർ മറ്റൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഈ ഒരു കേസിനെ പറ്റി കൂടുതൽ പഠിച്ചതുകൊണ്ട് നമ്മുടെ ഹീറോയിൻ ആ ഒരു വീട് എവിടെയാണെന്ന് നല്ലതുപോലെ തന്നെ അറിയാം. അതുകൊണ്ട് അവൾ ഇവിടേക്ക് വരുന്ന സമയത്ത് കുറെ പോലീസുകാരെ കില്ലറിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരുന്നു. അവരെവിടേക്ക് പോകുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ കില്ലറിന്റെ ആ ഒരു പഴയ വീട്ടിലേക്ക് പോവാന്നും പറഞ്ഞിട്ട് അവിടേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്കും ഹീറോ ഇപ്പോ ലീയുടെ വീട്ടിലാണുള്ളത്. എന്നിട്ട് ഹീറോ പറയും നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു, ഇനിയെങ്കിലും എന്റെ മകളെ നീ വെറുതെ വിട്ടൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത് ഓ അപ്പോൾ നിന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴത്തേക്കും നിനക്ക് ഇത്രയും നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ടല്ലേ, എന്തിനാണ് എന്റെ സഹോദരിയോട് മാത്രം ഈ ഒരു രീതിയിൽ നീ ദ്രോഹം ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് മറ്റൊരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാല് ഈ ഒരു കേസ് നടക്കുന്ന അതേ സമയത്ത് നമ്മുടെ ഹീറോയുടെ മകൾക്ക് എന്തോ വലിയ രീതിയിലുള്ള അസുഖം ഉണ്ടായിരുന്നു. അതിനാണെങ്കിൽ ആ ഒരു സമയത്ത് ചികിത്സ ചെയ്യാനായിട്ട് ഹീറോയെ കൊണ്ട് കഴിഞ്ഞതുമില്ല. അപ്പോഴേക്കാണ് ഈ ഒരു കേസ് ഹീറോയുടെ കയ്യിലേക്ക് എത്തുന്നതും ആ പെണ്ണിനെ റേപ്പ് ചെയ്ത് കൊന്ന അവന്മാർ 3 പേരും പണക്കാരന്മാരായതുകൊണ്ട് തന്നെ ഒരുപാട് കാശ് കൊടുത്ത് നമ്മുടെ ഹീറോയെയും അതേപോലെ തന്നെ ആ ഒരു പെണ്ണിന്റെ സുഹൃത്തിനെയും വിലക്ക് വാങ്ങും. അങ്ങനെ ആ ഒരു പണം വാങ്ങിയത് കൊണ്ടാണ് നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ ആ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു പെണ്ണും ഇവർക്കെതിരായിട്ട് ആ ഒരു കുറ്റവാളികളെ സപ്പോർട്ട് ചെയ്ത് കോടതിയിൽ സംസാരിക്കുന്നത്. അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോ ആണെങ്കിലും ലിയോട് ഇങ്ങനെ പറയണം ഇതേപോലെ എന്റെ മകൾക്ക് അന്ന് അങ്ങനെ ഒരു അസുഖം ഉള്ളത് കൊണ്ടാണ് അറിയാതെ ഞാൻ ചെയ്തു പോയതാണെന്നെല്ലാം പറഞ്ഞിട്ട് ലിയോട് ഇങ്ങനെ ക്ഷമയെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും കില്ലറാണെങ്കിലും നല്ല രീതിയിൽ നമ്മുടെ ഹീറോയെ അടിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഹീറോ പറയും ഞാൻ ചെയ്ത തെറ്റിന് നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു, അതേപോലെ വെട്ടി ഞുറുക്കി എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ എന്റെ മകളെ നീ വെറുതെ വിടണം, അവൾ എന്ത് തെറ്റാ ചെയ്തത് അതുകൊണ്ട് അവളെ മാത്രം വെറുതെ വിടണമെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ലീ ഇപ്പോഴും പറയത്തില്ല അവന്റെ മകളെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന്. അതേസമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഒരു വീട്ടിലേക്ക് ചെന്നല്ലോ. ആ ഒരു വീട്ടിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു തൊപ്പിക്കാരൻ പുറകിലേക്ക് വന്നിട്ട് ഹീറോയിനെ എടുത്ത് നല്ല രീതിയിൽ അടിക്കാൻ തുടങ്ങും. കഴിഞ്ഞ തവണയാണെങ്കിൽ തലയ്ക്ക് ഒരു അടി കൊണ്ടു, ഇത്തവണ എന്തായാലും നടക്കത്തില്ല. ഹീറോയിന്റെ കഴുത്ത് പിടിച്ചിട്ട് അവനിങ്ങനെ ഞെരിച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിന്റെ കയ്യിൽ നിന്ന് വീണ ആ ഒരു തോക്ക് അവൾക്ക് കിട്ടിയിട്ട് അത് വെച്ച് തൊപ്പിക്കാരൻ അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്യും. അതോടെ തൊപ്പിക്കാരനും അവിടെ വെച്ച് തീർന്നു. അതേസമയം ഇവിടെ കില്ലറിന്റെ വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്കും ഹീറോയ്ക്കാണെങ്കിൽ അത്രയും ദേഷ്യം വന്നിട്ട് കില്ലറിനെ എടുത്തിട്ട് ഇടിക്കുകയാണ്. എന്നിട്ട് പറയും എന്റെ മകളെവിടെ എന്നെല്ലാം ചോദിച്ച് കില്ലറിനെ ഒരുപാട് ഇടിക്കുന്നതും അടിച്ചടിച്ചടിച്ചടിച്ച് അവസാനം കില്ലറിനെ കൊല്ലുമെന്നുള്ളൊരു അവസ്ഥ വരുമ്പോഴത്തേക്കും കില്ലർ പറയും ഇനി എന്തെന്ന് ചെയ്യരുത്, നിന്റെ മകളേതാ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഏത് വീട്ടിലാണോ ഉള്ളത് ആ ഒരു വീട്ടിലാണ് നിന്റെ മകളുള്ളത് എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഹീറോ പെട്ടെന്ന് അവിടേക്ക് പോകുന്ന ആ ഒരു സമയത്ത് ഇവിടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കാണ് കില്ലർ പറഞ്ഞ ആ ഒരു വീട്ടിലാണല്ലോ ഹീറോയിൻ ഇപ്പോൾ ഉള്ളത്. ഹീറോയിൻ ആ ഒരു തൊപ്പിക്കാരനെ കൊന്നിട്ട് അകത്തേക്ക് നടന്ന് ഒരു റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ എന്തോ കണ്ടിട്ട് അവളും പെട്ടെന്ന് ഞെട്ടി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് പേടിച്ച് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പെട്ടെന്ന് അവിടേക്ക് വന്ന് വീടിനകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ അതിന് സമ്മതിക്കുന്നില്ല, അകത്തേക്ക് പോരുതെന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ ഹീറോ ആണെങ്കിൽ അവളെ തള്ളിക്കളഞ്ഞിട്ട് ഓടി അകത്തേക്ക് വന്ന് ആ ഒരു റൂമിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും കാണുന്ന കാര്യം കണ്ടിട്ട് ഒരു നിമിഷം അവൻ എന്ത് ചെയ്യണമെന്നല്ലോ അറിയത്തില്ല. ഒരു പ്രതികാരം ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഈ ദുഷ്ടന്മാരി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു ഒരിക്കലും പ്രതീക്ഷിക്കത്തുമില്ല. 13 വർഷമായിട്ട് തന്റെ മകളെ ഇതുവരെയും കണ്ടിട്ടില്ല.
ഒരുപക്ഷെ അവളുടെ വളർച്ച പോലും നല്ല രീതിയിൽ അറിഞ്ഞു കാണത്തില്ല. ആ ഒരു അച്ഛൻ തന്റെ മകളെ ഏതൊരവസ്ഥയിൽ കാണുമെന്ന് ആഗ്രഹിച്ചു അതേപോലെയല്ല ഇപ്പൊ കാണുന്നത്. അങ്ങനെ നടന്ന് ചെല്ലുമ്പോഴത്തേക്കും അവളുടെ ശരീരം ഒരു ഗ്ലാസിനകത്ത് വെച്ച് അതിനകത്ത് നിറയെ റോസാപ്പൂകളെല്ലാം ഇങ്ങനെ ഇട്ടേക്കുന്നു. ആ പൂവിന് വെളിയിലാണെങ്കിൽ അവളുടെ തല, കൈ, കാലി ഇത് മാത്രമേ അറിയാൻ കഴിയുന്നുള്ളൂ. ഒരച്ഛൻ ഒരിക്കലും തന്നെ മകൾ ഈ ഒരു അവസ്ഥയിൽ കാണാൻ ആഗ്രഹിക്കത്തു പോലുമില്ല, അതിന് കഴിയത്തില്ല. അങ്ങനെ ഹീറോ ആണെങ്കിലും വിഷമിച്ചിട്ട് എന്റെ മകൾക്ക് എന്ത് സംഭവിച്ചു എന്നും പറഞ്ഞ് എന്തായാലും നിന്നെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോവാം എന്നും പറഞ്ഞിട്ട് ആ ഒരു കണ്ണാടി ടാങ്കിനകത്തേക്ക് വന്ന് കൈയിട്ട് തന്റെ മകളുടെ ശരീരം കോരി എടുക്കുമ്പോഴത്തേക്കാണ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ആ ഒരു പെൺകുട്ടിയുടെ ശരീരം അതിനകത്തില്ല. പകരം തലയും കൈയും കാലും മാത്രമേ അവിടെ ഉള്ളൂ. അപ്പൊ നടുവിലുള്ള ആ ഒരു ശരീരഭാഗം എവിടെ പോയി എന്ന് അറിയാൻ വയ്യാതെ ഹീറോ അവിടെ ഇല്ല ഇങ്ങനെ തിരക്കുമ്പോഴത്തേക്കാണ് ഇവിടെയാണ് ഒരു ഒന്നൊന്നര ട്വിസ്റ്റ് നമുക്ക് തരുന്നത്. എന്താണെന്ന് വെച്ചാല് ഹീറോയുടെ മകള് ഏത് ദിവസമാണോ നാട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞത് ആ ഒരു ദിവസം തന്നെ അവള് നാട്ടിലേക്ക് വരികയും ചെയ്യുന്നു. ആ ഒരു സമയത്ത് ലിയോ ആ ഒരു തൊപ്പിക്കാരനും അവന്റെ മകളെയും തട്ടിക്കൊണ്ടു പോകുന്നു. അതേപോലെ തന്നെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു പെണ്ണെ കൊന്നല്ലോ, അവളെയും തട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് ഹീറോയുടെ മകളോട് ഇതേപോലെ ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരുവുള്ളെന്ന് ഹീറോയോട് വിളിച്ചു പറയാൻ ആവശ്യപ്പെടും. അങ്ങനെ അവൾ അതേപോലെ പറയുന്നതും ഇവന്മാര് രണ്ടുപേരും എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോയുടെ മകളെയും അതേപോലെ തന്നെ തട്ടിക്കൊണ്ടുവന്ന ആ ഒരു പെണ്ണിനെയും ഒരേപോലെ തന്നെ കൊല്ലുകയും ചെയ്യുന്നു. എന്നിട്ട് രണ്ടുപേരുടെയും ശരീരം പീസ് പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി ആ ഒരു പുഴയുടെ അടുത്ത് കൊണ്ട് വെക്കൂല. ആ ഒരു പെണ്ണിന്റെ ശരീരം ആദ്യം കൊന്ന ആ ഒരു പെണ്ണിന്റെ ശരീരഭാഗത്തിന് പകരം ഹീറോയുടെ മകളുടെ ശരീരമാണ് അവന്മാരെ ആ ഒരു പുഴയുടെ അടുത്തേക്ക് കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ കൈയും തലയും കാലും മാത്രമേ ഉള്ളൂ. ആദ്യം മരിച്ച ആ ഒരു പെണ്ണിന്റെ ആ ഒരു ശരീരഭാഗം അത് ഹീറോയുടെ മകളുടെ ശരീരമായിരുന്നു. അപ്പൊ തന്റെ മകളുടെ ശരീരമാണെന്ന് പോലും അറിയാതെയാണ് ഹീറോ ആ ഒരു ശരീരം 2 വട്ടം പോസ്റ്റ്മോർട്ടം ചെയ്തത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ അറിയുന്നതും ഹീറോ അവിടെ കിടന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു അവസ്ഥ എനിക്ക് വിവരിച്ചു പോലും തരാൻ കഴിയത്തില്ല. അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയാണ്. നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം. അങ്ങനെ ഹീറോ നേരെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് ലീ അവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് അവൻ പറയും, ഇപ്പോൾ നിനക്ക് എങ്ങനെയുണ്ട്? നിനക്കുണ്ടായിരുന്ന ഇതേ മാനസികാവസ്ഥ തന്നെയാണ് എന്റെ സഹോദരി മരിച്ചിട്ട് നീ കോടതിയിൽ വന്ന് ആ കുറ്റവാളികളെ രക്ഷിച്ചല്ലോ, ആ ഒരു സമയത്ത് എനിക്കും ഉണ്ടായിരുന്നത്. ആ ഒരു വേദന നീയും അനുഭവിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നിന്റെ മകളുടെ ശരീരം നീ തന്നെ അറുത്തിട്ടുള്ളത്. ഈ ഒരു കാര്യം നീ മരിക്കുന്നത് വരെ മറക്കത്തില്ല. ആ ഒരു വേദന അത്രയും കാലം നിന്റെ ഉള്ളിലുണ്ടാവും. അങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് എന്നുള്ള രീതിയിൽ ലീ ഇങ്ങനെ പറയുന്നതും ആൾറെഡി നമ്മുടെ ഹീറോ അതിനകത്ത് വെച്ചിട്ട് തനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറം അവൻ സഹിച്ചു കഴിഞ്ഞു. ഇതും കൂടി കേൾക്കുന്നതും നമ്മുടെ ഹീറോയ്ക്ക് സഹിക്കാൻ കഴിയാതെ അടുത്ത് നിന്ന ഹീറോന്റെ കയ്യിൽ നിന്ന് ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങിയിട്ട് ലീയെ 1 അല്ല 2 അല്ല ഒരുപാട് തവണ ഷൂട്ട് ചെയ്ത് അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു. അതുപോലെ ലീ എന്തായാലും മരിച്ചു. എന്നിരുന്നാലും ലീ പറഞ്ഞതുപോലെ തന്റെ മകളുടെ ശരീരം കീറി മുറിച്ച ഒരു അച്ഛന് ഒരിക്കലും ഇനി ആ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട് ജീവിക്കാനേ കഴിയത്തില്ല. അതുകൊണ്ട് ഹീറോയും അങ്ങനെ തോക്കെടുത്ത് തന്റെ തലയിലേക്ക് വെച്ച് ഷൂട്ട് ചെയ്ത് മരിക്കുകയും ചെയ്യുന്നു. കാരണം ഇതല്ലാതെ നമ്മുടെ ഹീറോയ്ക്ക് ഇനി വേറൊരു വഴിയില്ല. അങ്ങനെ ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു മൂവി? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബൈ.